നമ്മൾ തൃശ്ശൂരിലേക്ക് പോവുകയാണ്. അവിടെ ചുവന്ന മണ്ണിലെ അക്യുഡേറ്റ് പാലത്തിന് മുകളിൽ അപകടകരമായ തരത്തിൽ വിനോദം എന്നൊരു വാർത്ത വരുന്നു. പാലത്തിലൂടെയുള്ള കനാലിലേക്ക് നിരവധി പേർ ചാടുന്നു എന്നതാണ് വാർത്ത. പാലത്തിന് മുകളിൽ കയറരുതെന്ന ഉത്തരവുണ്ട്. അത് ലംഘിച്ചാണ് ആളുകൾ കനാലിൽ എത്തുന്നത്. ആദ്യം നമുക്ക് ആ പ്രതികരണങ്ങൾ കാണാം. ഈ NH മുകളിൽ പോണ പാലും ഒപ്പം തന്നെ അതിന് മുകളിൽ നോക്കുമ്പോൾ തന്നെ കാണാം ഡാൻസ് കളിയും അതുപോലെ തന്നെ കുളിയും. പരിസരവാസികൾക്കാണെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പൊ ഈ ആ സൈഡ് കൈവരില്ല, ഇതിന്റെ ആ സൈഡിൽ കൂടെയാണ് ഈ പറഞ്ഞ ആൾക്കാർ മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരാള് അതിന്റെ മുകളിൽ നിന്ന് നിലത്ത് താഴെ വീഴാം, നിമിഷം വീഴും. ആ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി നമുക്കൊപ്പം. ശ്രീജിത്ത്, നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള അപകടത്തിന്റെ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ അശ്രദ്ധ തന്നെയാണ് എപ്പോഴും. ഇതിപ്പോൾ നിർദ്ദേശങ്ങൾ ഉണ്ട് കൃത്യമായിട്ട്, എന്നിട്ടും ഇതൊന്നും വകവയ്ക്കാതെ ഇവരിങ്ങനെ ചാടുകയാണോ? അതെ, ഇതിൽ ഏറ്റവും പ്രധാനമായും സ്മിത എടുത്തു പറയേണ്ടത് ഇത് റീൽസുകാർ, അതായത് ഈ വ്ളോഗർമാർ വന്ന് ഉണ്ടാക്കുന്ന പ്രശ്നമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിരവധി റീൽസുകളാണ് ഈ ചുവന്ന മണ്ണിലെ ഈ അക്വഡേറ്റ് പാലത്തെക്കുറിച്ച് വരുന്നത്. അത് ആ ദേശീയപാതയുടെ മനോഹരമായ ആ ചുവന്ന മണ്ണ് പ്രദേശത്തുകൂടെ ആ ദേശീയപാതയുടെ മുകളിലൂടെ കടന്നു പോകുന്ന ഒരു പാലമാണ്. അതിൻ്റെ മുകളിൽ പലപ്പോഴും ഈ കനാലിലൂടെ വെള്ളം വിടുന്ന സമയത്ത് മാത്രം ഭയങ്കര സൗന്ദര്യമാണ് കാണാനൊക്കെ നല്ല സൗന്ദര്യമാണ്. ഹെലികാം വെച്ച് എടുത്ത വിഷ്വൽസൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തരംഗമാണ്. ഇതെല്ലാം കണ്ടാണ് ആളുകൾ കൃത്യമായ രീതിയിൽ ഇങ്ങോട്ട് വരുന്നത്. ഇന്ന് നെന്മാറ വല്ലങ്ങി വേല കൂടിയാണ്. പല മേഖലകളിൽ നിന്ന് ആളുകൾ നെന്മാറ ഭാഗത്തേക്ക് പാലക്കാട്ടേക്കൊക്കെ പോകുന്ന ആളുകളൊക്കെ ഇവിടെ വാഹനം നിർത്തുകയാണ്. ഇത് കൂടാതെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന സമയത്ത് അത് മുഴുവൻ തമിഴിലാണ് ആളുകൾ സംസാരിക്കുന്നത്. അതായത് ഈ റീൽസ് എല്ലാം കണ്ട് ഇതുവഴി പോകുന്ന തമിഴ്നാട്ടുകാരൊക്കെ ഇവിടെ ഇറങ്ങി അതിന് മുകളിൽ കയറി കുളിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ ആ പ്രതികരണം തന്നയാൾ സൂചിപ്പിച്ചതുപോലെ തൊട്ട് താഴെ ദേശീയപാതയാണ്, അതിനൊരു ഭാഗത്ത് കൈവരിയില്ല, അതിൻ്റെ മുകളിലേക്ക് കയറരുതെന്ന് നിർദ്ദേശമുണ്ട്. നേരത്തെ ഒരു ബോർഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഒരു ഗേറ്റൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ തല്ലി പൊളിച്ച് കളഞ്ഞാണ് ആളുകൾ അതിനകത്തേക്ക് മുകളിലേക്ക് കയറുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പീച്ചി പോലീസ് എന്തായാലും അല്പസമയത്തിനകം തന്നെ അവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാട്ടുകാരെന്തായാലും പീച്ചി പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇത് ഒരു ഞായറാഴ്ച മാത്രം കാര്യമല്ല. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലും രാവിലെകളിലും ഒക്കെ ആളുകൾ വാഹനം നിർത്തി അതിൻ്റെ മുകളിലേക്ക് ഇറങ്ങുന്നതും അതുപോലെ തന്നെ വെള്ളത്തിലിറങ്ങി കുളിക്കുന്നതും ഒക്കെ പതിവാണ്. ഏതെങ്കിലും തരത്തിൽ കാലൊന്ന് തെന്നിക്കഴിഞ്ഞാൽ തൊട്ട് താഴെ ദേശീയപാതയാണ്, അടിയിലേക്ക് താഴെ വീണ് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. നമുക്ക് തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഗതികേട് ഉണ്ടാകും. അതുകൊണ്ടാണ് കുറേ ദിവസമായി ഇതിങ്ങനെ ആളുകൾ വിളിച്ചു പറയുന്നു. ഏതെങ്കിലും തരത്തിൽ പോലീസുകാർ ചെല്ലും, അവിടെ ചെന്ന് ആളുകളെ പറഞ്ഞയക്കും. പക്ഷേ വീണ്ടും ആളുകൾ അതിൻ്റെ മുകളിൽ കയറും. പോലീസുകാർ പറയുന്നത് കൃത്യമായൊരു മുന്നറിയിപ്പ് ബോർഡ് അല്ലെങ്കിൽ ഒരു പൂട്ട് ഒക്കെ വെച്ച് അത് ബന്ധിക്കണം. അതിന് പീച്ചിയിലെ ഇറിഗേഷൻ ഉദ്യോഗസ്ഥരാണ് മുൻകൈ എടുക്കേണ്ടതെന്നാണ് പറയുന്നത്. അവരാകട്ടെ ഇത്തരത്തിലുള്ള റീൽസുകളൊന്നും വന്നിട്ടും യാതൊരു നടപടിയും എടുക്കാതെ അനങ്ങാതിരിക്കുകയാണെന്ന് പറയാതെ വയ്യ. നമ്മളെ കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇങ്ങനെ റീലൊക്കെ കണ്ട് ഈ പ്രദേശത്തേക്കൊന്നും പോകരുത്, അപകടകരമാണ്. ഏതെങ്കിലും തരത്തിൽ ഒന്ന് കാല് തെന്നിക്കഴിഞ്ഞാൽ താഴെ കിടക്കും. പിന്നെ റീൽസ് കണ്ട് പൊല്ലാപ്പായി എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.